പ്ലസ് 1 വിദ്യാർത്ഥികളായ നാട്ടിലെ കുട്ടികൾ സ്കൂൾക്ക് പഠിക്കാനല്ലേ പോണത്? എന്നും അടിയും പിടിയാണല്ലോ. കുട്ടികളൊന്നും നമ്മൾ വിചാരിച്ച മാതിരി അല്ലടാ. അല്ല, അന്ന് ഉച്ചക്ക് റെസ്റ്റ് ഒന്നുമില്ലേ? എന്താ നേരത്തെ പോണ്? കടയിൽ സ്റ്റാഫ് കുറവാണേ, പിന്നെ പുതിയ കടയും കൂടിയല്ലേ. അപ്പൊ ഞാനവിടെ കൗണ്ടറിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുവേ. പോട്ടെ. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ വാ. ഇന്നത്തെ ഡിന്നർ ഇന്റെ വകയാണ്. ഇന്നെന്താ പ്രത്യേകത? ഇന്നിന്റെ മോന്റെ ബർത്ത്ഡേ ആണേ. ആഹാ, നമുക്ക് പൊളിക്കാം. ഇൻഷാ അല്ലാ, ഞാൻ നേരത്തെ വരാൻ നോക്കാം. ഓക്കെ ഇൻഷാ അല്ലാ. ഞാൻ വിളിച്ചതേ, ഇന്ന് നമ്മളെ അബുട്ടിക്കാന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ പോയിട്ട് ഒരു കൂട്ടി ഡ്രസ്സ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി വെച്ചോ. നമ്മളെ മോൻ റിസ്വാന്റെ അളവിൽ വാങ്ങിച്ചാൽ മതി. ഓലക്കൊരു പ്രായക്കാരല്ലേ. റിസ്വാൻ സ്കൂളിൽ ഇട്ടെന്നാ ഏതായാലും അവിടെ പോവും. അപ്പൊ ഓന്റെ അടുത്താണ് കൊടുത്തയച്ചാൽ മതി. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ +2 വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. തർക്കത്തിനിടെ +1 വിദ്യാർത്ഥിയായ റിസ്വാൻ കയ്യിലുണ്ടായിരുന്ന കോമ്പസ് ഉപയോഗിച്ച് +2 വിദ്യാർത്ഥിയും സുഹൃത്തുമായ ആസിഫിനെ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആസിഫിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. പ്രശാന്ത്, വളരെ ചെറിയൊരു കാരണത്തിന്റെ പേരിലാണ് മർദ്ദനം. ഇപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള റാഗിംഗ് സംഭവങ്ങളെല്ലാം കാരണം വളരെ ചെറുതായിരിക്കും, പക്ഷെ മർദ്ദനം ക്രൂരമായിരിക്കും. നാട്ടിൽ നിന്നാണ് വിളിച്ചത്. എന്റെ മോനെ സ്കൂളിൽ നിന്ന് ആരോ കുത്തിക്കണ്. ഐസിയുള്ളത്. അതെ, ആ വാർത്തയാണ് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്റെ ഒരേ ഒരു മോനാണ് ഇത് ചെയ്തു. എന്നെ വിടൂല ഞാന്. സ്കൂളിൽ വെച്ചോ കോമ്പസ് കൊണ്ട് കുത്തിയേ? ഈ എന്തൊക്കെയായി പറയണ്? വിവരങ്ങൾ അറിഞ്ഞാ? എന്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്കൂളിൽ വെച്ചിട്ട് ആരെ കോമ്പസേറ്റ് കുത്തിയത്ര. എന്റെ മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. സംഭവം ശരി തന്നെയാണ്. കുത്തിയത് അബുട്ടിയാക്കാന്റെ മോനെയാണ്. എത്ര സ്നേഹത്തോടെയാണ് അബുട്ടിയാക്ക നമ്മളിവിടെ ഒരു റൂമിൽ കഴിയണത്. ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ മോന് എൻ്റെ മോന് എന്നുള്ളൊരു വേർതിരിവ് നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും നമ്മൾ മക്കളെന്ത് അബുട്ടിയാക്ക അങ്ങനെ ആയിപ്പോയത്?